ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ജേർണി വിത്ത് അമിത. ഇപ്പോൾ 2-3 ദിവസമായിട്ട് നല്ല മഴയായിരുന്നില്ലേ? ആ മഴയ്ക്ക് ഞങ്ങൾക്ക് കിട്ടിയ നാശനഷ്ടമാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ 3 വർഷമായൊരു കശുമാവായിരുന്നു. കുറേ അധ്വാനിച്ചു, പക്ഷെ അതെല്ലാം എന്താ പറയുക, ഈ കാറ്റും മഴയും കൊണ്ടുപോയത് കാണുമ്പം ഭയങ്കര സങ്കടം. ഇതിന് നഷ്ടം പലർക്കും ഉണ്ടാവും, പക്ഷെ ഓരോരുത്തർക്കും അവരുടെ നഷ്ടങ്ങൾ എന്നും വലുതായിരിക്കുമല്ലോ. അതുപോലെ കുറേ എന്തൊക്കെയോ പ്രതീക്ഷകളായിരുന്നു, പക്ഷെ ഒരു കാറ്റും മഴയ്ക്കും ഇതെല്ലാം പോയി. ചിട്ടു, come on. ചിട്ടു ചിട്ടു വേടാ. നമ്മളെവിടെ പോയാലും പിറകെ വരും. ചിട്ടു ചിട്ടു ബേബി, അവിടെ മാങ്ങ തിന്നുന്നുണ്ട്. അതെന്നാന്ന് നോക്കിയാണ് ചിട്ടു നിൽക്കുന്നത്. അപ്പം നമുക്ക് ബാക്കിയും കൂടെ കണ്ടാലോ. ശരിക്കും ഇതല്ലല്ലോ നമ്മുടെ യഥാർത്ഥം. ഇതുണ്ടോ, ഇതൊരെണ്ണം അങ്ങനെ തന്നെ എന്നാ പറയണ്ടേ, ചോടേന്നേ ഇളകിപ്പോയി മൊത്തം. ഇനി ഇതൊന്നും ചെയ്യാൻ പറ്റും തോന്നുന്നില്ല. നല്ലതായിട്ട് കുറേ കശുമാവ് കിട്ടിയതായിരുന്നു. ഇതടുത്ത് പറയണം. എല്ലാം ഇങ്ങനെ എന്താ പറയുക, കാറ്റ് കൊണ്ടുപോയി. എന്താ ഒക്കെ കണ്ട് ഇങ്ങനെ ചാഞ്ഞ് വന്നിട്ട് അതിലും വലുതാണ് ഇവിടെ ഉള്ളത്. ഉണ്ടോ, ഇങ്ങനെയൊക്കെ നോക്കി ചൂട് എങ്ങനെയാണ് കിടക്കുന്നത്. ഇതെല്ലാം ഉണ്ടായിക്കഴിയുമ്പോൾ ഇങ്ങനെ ഒരു ദിവസം കൊണ്ട് നശിച്ചു പോകുമ്പോഴാണ് നമ്മളിതൊക്കെ ആക്കിയെടുക്കാൻ ഒത്തിരി കഷ്ടപ്പെട്ടു. പക്ഷേ ഇത് പോകാനൊരു നിമിഷം പോലും വേണ്ടി വന്നില്ല എന്നുള്ളതാണ് സത്യം. ഇതൊരെണ്ണം രണ്ടായിട്ട് കീറിപ്പോയി കാറ്റിന്. ഇതിനകത്തൊക്കെ നല്ലതായിട്ട് എന്താ പറയണ്ടേ, കശുമാങ്ങ ഉണ്ടായിരുന്നു ഇപ്രാവശ്യം. എന്താ ഉണ്ടോ, വലിയതായി. ഫോണിൽ നിങ്ങൾക്ക് അതിൻ്റെ വലിപ്പം അറിയുമോയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. വലുത് തന്നെ. അത് അടുത്ത് പറഞ്ഞാൽ ചാഞ്ഞ് നിൽപ്പുണ്ട്. ഉണ്ടോ, ഇതാണ് അടുത്തത്. ഇതും അതേപോലെ അടപടലേ വീണു എന്ന് പറയാം. എന്താ ഇതൊക്കെ കാറ്റിന് ഇങ്ങനെ ചാഞ്ഞ് വന്നതാണ്. എന്താവുമോ ഇനി ബാക്കിയുള്ള മഴയ്ക്കെന്ന് അറിയത്തില്ല. മഴ എന്തായാലും തീർന്നിട്ടില്ല എന്നാണ് കണ്ടിട്ട് മനസ്സിലാക്കാൻ പറ്റിയത്. വിയറ്റ്നാം അർലി പ്ലാവായിരുന്നു. അതിനകത്ത് എന്താ പറയണ്ടേ, 3 ചക്ക ഉണ്ടായതാണ്. ഇത് ഉണ്ടാകുന്നത് അത് കാറ്റിന് ഇത് വട്ട ഒടിഞ്ഞ് അത് ഒന്നും ഇനി പറ്റൂല എന്ന് പറഞ്ഞ അവസ്ഥയിലേക്ക് പോയത്. ഇതൊക്കെ നമ്മൾ അവസ്ഥ കണ്ടോ, ഒരു കർഷകൻ്റെ അവസ്ഥ. ഒരു പപ്പായ കപ്ലങ്ങ മരം, അതും കാറ്റിന് ചാഞ്ഞു. ഇതൊക്കെ പിന്നെ നമുക്ക് എന്താ ഒരു കമ്പ് വെച്ച് കെട്ടി സ്റ്റഡിയാക്കി വെക്കാമെന്ന് ഓർക്കാം. അതിൻ്റെ ചൂടിങ്ങനെ നിൽക്കുമോയെന്നും അറിയില്ല, നമുക്ക് എന്തായാലും നോക്കാം. അതുപോലെ ഇത് ആഗ്രഹിച്ച് പ്രതീക്ഷിച്ചു കൊണ്ടുവച്ചൊരു മുരിങ്ങയായിരുന്നു, അതും ഹുദാഹവ. ഇതിനെ നമുക്ക് കെട്ടി വെക്കാതിരിക്കും. പിന്നെ എന്താണ്, പിന്നെ ഇതൊക്കെ പിന്നെ ചെറുതാണ്, എന്നാലും അതൊക്കെ നമുക്ക് കെട്ടി വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഇപ്രാവശ്യം കുറച്ച് റംബൂട്ടാൻ ഉണ്ടായിട്ടുണ്ടായിരുന്നേ, കാണാൻ പറ്റുമോ എന്ന് തോന്നി. നോക്കട്ടെ. ആ കണ്ടോ, അവിടേക്കുണ്ട്. അത് പക്ഷേ മഴയത്ത് എന്ത് സംഭവിച്ചിട്ടുണ്ട്, മൊത്തം ഇതാ കിടക്കണോ നിലത്ത്. കണ്ടോ, ഫുള്ളും ഇങ്ങനെ വീണ് ഒരു പരുവത്തിലായി. ഇതൊക്കെയാണ് ഗായ്സ് നമ്മുടെ മഴക്കാലത്ത് കിട്ടിയ 8ന്റെ പണികളും. കഷ്ടപ്പെട്ട് വളർത്തിയ റംബൂട്ടാൻ്റെ കായകൾ മൊത്തം പോയി. കടയിൽ നിന്ന് വാങ്ങണ്ട, നമുക്ക് ഇവിടുന്ന് തന്നെ കഴിക്കാമെന്ന് ഓർത്തും പറഞ്ഞുകൊണ്ട് വെച്ചതാണ് എല്ലാം. ഇപ്പോഴത്തെ പാട്ട് പറഞ്ഞ പോലെ ആ ട്രെൻഡിങ് സോങ്ങിന് കറക്റ്റായിട്ട് മൂഞ്ചി എല്ലാം പോയി. എന്നതേ അന്തിനെ